നമ്മുടെ സ്റ്റുഡൻസ് സംസാരിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് വരുന്ന എൻക്വയറീസിലാണെങ്കിലും അവർ ചോദിക്കാറുണ്ട് UI/UX ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് UI/UX. സോ നമുക്കിന്ന് ചെറിയ വീഡിയോയിലൂടെ നമുക്ക് എന്താണ് അതൊന്നും നോക്കി നോക്കാം. സോ ദ നെയിം ഈസ് അനന്തകൃഷ്ണൻ. വെൽക്കം ടു മെറ്റഫോറ. സോ എന്താണ് UI/UX? സോ UI മീൻസ് യൂസർ ഇന്റർഫേസ്, UX മീൻസ് യൂസർ എക്സ്പീരിയൻസ്. സോ നമുക്ക് ആ വേർഡ്സിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. നമുക്ക് ഒന്ന് യൂസറിന്റെ എക്സ്പീരിയൻസ് ആണ്, ഒന്ന് യൂസറിന്റെ ഇന്റർഫേസ് ആണ്. സോ ഇതൊക്കെ എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതൊരു പ്രൊഡക്റ്റിൽ വരുമ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യുക? സോ നല്ല യൂസർ ഇന്റർഫേസ് ആണ് അല്ലെങ്കിൽ മോശം യൂസർ ഇന്റർഫേസ് ഒക്കെ ആണെങ്കിൽ എങ്ങനെയാണ് അതൊരു പ്രൊഡക്റ്റിനെ ബാധിക്കുക എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് നോക്കി നോക്കാം. സോ നമുക്ക് ഫസ്റ്റിലെ UX എന്താ നോക്കാം. സോ മീൻസ് യൂസർ എക്സ്പീരിയൻസ്. സോ അതായത് ഒരു യൂസറിന് അതുമൂലം ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു കാർ എടുക്കുകയാണ്. നമ്മൾ ഒരു കാറിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് നമ്മൾ കയറുമ്പോൾ അതിന്റെ ആ ഒരു സ്റ്റിയറിംഗ് തരുന്ന ഒരു കംഫർട്ട്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സീറ്റ് തരുന്ന ഒരു കംഫർട്ട്, അല്ലെങ്കിൽ അതിലെ ഫീച്ചേഴ്സ്, ഫോർ എക്സാമ്പിൾ അതിന്റെ സീറ്റിന്റെ എയർ വെന്റിലേഷനും കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ, അത് തരുന്ന ഒരു കംഫർട്ട്. സോ അത്തരം ആ ഒരു ഇതിനെയാണ് നമ്മൾ ബേസിക്കലി ഒരു യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയാം. ഒന്നുകൂടി നോക്കുവാണെങ്കിൽ ഇപ്പോൾ അതിലെ ആ ഒരു കാറിൽ വരുന്ന എക്സ്ട്രാ ഫീച്ചേഴ്സ് മീൻസ് ഇപ്പോൾ അതിന്റെ ഒരു ക്രൂയിസ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ, അത്തരം കാര്യങ്ങൾ നമുക്ക്, അല്ലെങ്കിൽ അതിന്റെ സ്പോർട്ട്, പല ടൈപ്പ് ഓഫ് സ്പോർട്സ്, ഇപ്പം പല ടെറൈൻസിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ സ്പോർട്ടൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റുന്ന ആ ഒരു ഇന്റർഫേസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ബേസിക്കലി നമ്മുടെ എന്താണത് ചെയ്യുക, നമ്മുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് അത് കൂട്ടുകയാണ് ചെയ്യുക, നമ്മുടെ കാര്യങ്ങൾ കുറച്ചുകൂടി സിമ്പിൾ ആക്കുകയാണ് ചെയ്യുക. സോ ഒരു നമ്മൾ ഒരു യൂസർ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ നമുക്ക് എത്രത്തോളം അത് മനസ്സിലാവുന്നു, നമുക്കത് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളെയൊക്കെയാണ് ബേസിക്കലി അതിന്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയാം. അത് യൂസർ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ആൾക്കുണ്ടാവുന്ന ഒരു യൂസറിനുണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസ്, പ്രത്യേകിച്ച് കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാം അണ്ടർസ്റ്റാൻഡബിൾ ആണ്, വളരെ സിമ്പിൾ ആണ്, പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള പോലെ, ഇപ്പോൾ ഒരു കാറിനെ എക്സാമ്പിൾ ആക്കി പറയുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ അതിനെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് പ്രത്യേകിച്ച് കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ ഇങ്ങനെ നമുക്ക് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഒക്കെ തന്ന് നമ്മളെ മാക്സിമം കംഫർട്ടാക്കി അതിനെ പറയുന്ന പേരാണ് യൂസർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ UX. ഇനി നമുക്ക് നോക്കാനുള്ളത് UI ആണ്. ഇപ്പോൾ നമുക്ക് നേരത്തെ എടുത്ത എക്സാമ്പിൾ തന്നെ നോക്കാം. നമ്മൾ ഒരു കാറിലേക്ക് കയറുമ്പോൾ അതിൻ്റെ ഒരു കളറിങ് കാര്യങ്ങൾ, അതായത് നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ്, നമുക്ക് അതിൽ കയറുമ്പോൾ നമ്മുടെ മൂഡൊക്കെ ചേഞ്ച് ആവുന്ന രീതിയിലുള്ള കളേഴ്സ് കാര്യങ്ങൾ, സോ അതൊക്കെ യൂസ് ചെയ്യുക. അതിനെയാണ് ബേസിക്കലി ഒരു യൂസർ ഇന്റർഫേസ്. അതിനെ കുറച്ചുകൂടി സ്മൂത്ത് ആക്കുക. നമുക്കിപ്പോൾ റീസെന്റ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു കളർ ഓഫ് ദി ഇയർ ആയിട്ടുള്ളൊരു കളർ ഉണ്ട്. മീൻസ് ആ ഒരു കളർ ഓഫ് ദി ഇയർ ആയത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആ ഒരു കളർ അട്രാക്റ്റീവ് ആയതുകൊണ്ടാണ്. ഓക്കെ, സോ അത്തരം കളേഴ്സ് ഒക്കെ യൂസ് ചെയ്യുക. അതിനെയാണ് ബേസിക്കലി നമ്മളൊരു യൂസർ ഇന്റർഫേസ് എന്ന് പറയാം. ഇത് രണ്ടും കൂടി ഒരു പ്രൊഡക്റ്റിലേക്ക് ഒരുമിച്ച് വരുമ്പോൾ, അതായത് യൂസറിന് നമുക്ക് ഉപയോഗിക്കുന്ന ആൾക്ക് അതിന്റെ കംഫർട്ട് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, അതിന്റെ കളറിങ് കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെ ആണെന്നുള്ള സെറ്റപ്പിലാണ് ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് യൂസറിനൊരു നല്ലൊരു ഫീൽ കൊടുക്കുക. സോ ഇതാണ് ആ UI/UXന്റെ ഒരു ഇമ്പോർട്ടൻസ്. ഇനി നമുക്ക് ഇതൊരു ആപ്ലിക്കേഷൻസിൽ എങ്ങനെയൊക്കെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നോക്കാം. സോ ഇത് ആപ്ലിക്കേഷൻസിലേക്കൊക്കെ വരുമ്പോൾ, അതായത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ കുറച്ച് ബുക്കിംഗ് സൈറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, IRCTC എന്നുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്. നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ. എവിടേക്കോ ക്ലിക്ക് ചെയ്യുന്നു, എന്തൊക്കെയോ നടക്കുന്നു, എന്തൊക്കെയോ പാസ്വേഡ്സ്, അനാവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചോദിക്കുന്നു. നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തതിന് ശേഷം നമുക്കൊരു വല്ലാത്തൊരു ഫ്രസ്ട്രേഷൻ ആയിരിക്കും ഉണ്ടാവുക. സോ അതേസമയം നമ്മൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്ത് നോക്കും. ഇൻസ്റ്റാഗ്രാമിലേക്ക് വരുമ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് തരുന്നൊരു ലുക്ക് ആൻഡ് ഫീൽ, അത് തരുന്ന അതിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് കൂടുതൽ തോന്നുന്നതും, അത് ഇൻസ്റ്റാഗ്രാം നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എത്ര ടൈം നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവില്ല. സോ ഇത്തരം കാര്യങ്ങളാണ് ഒരു ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ. നമുക്കിപ്പോൾ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, അതിൽ നമുക്ക് ഭയങ്കര ലാഗിയാണ്, ഭയങ്കര ചോപ്പിയാണ് ഒരു സാധനം. നമുക്കത് എന്താണ് നടക്കുക, അല്ലെങ്കിൽ ടിക്കറ്റ് ബുക്ക് ആയിട്ടുണ്ടോ ഇല്ലയോ, എന്തൊക്കെയാണ് നടക്കുക ഒരു ഐഡിയ ഇല്ല. നമുക്ക് വളരെ കൺഫ്യൂസിങ് ആണ് അത്തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻ. ആ ഒരു ആപ്ലിക്കേഷൻ, എനിക്ക് തോന്നുന്നു ആ ഒരു ആപ്ലിക്കേഷനെ പറ്റി മനസ്സിലാക്കാൻ നമ്മൾ 6 മാസത്തെ കോഴ്സ് വേറെ ചെയ്യേണ്ടി വരും. സോ അത്തരത്തിലുള്ള ഒരു ഇന്റർഫേസ് ആണ് ആ ഒരു ടിക്കറ്റ് ബുക്കിംഗ് ആപ്പിനുള്ളത്. സോ അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ, ഇപ്പോൾ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ നടക്കുമ്പോൾ അതിന്റെ പേയ്മെന്റ് ഫെയിലിയർ ആവുക, അല്ലെങ്കിൽ നമുക്ക് എന്താണ് കാര്യങ്ങൾ മനസ്സിലാവാതെ വരിക, കൺഫ്യൂഷൻസ് ഉണ്ടാക്കുക. സോ ഇത്തരം കാര്യങ്ങൾ അതിന്റെ ഒരു യൂസർ എക്സ്പീരിയൻസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും വീണ്ടും ഒരു ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ തോന്നില്ല.
സോ അങ്ങനെയാണ് അതൊരു ആപ്ലിക്കേഷനിൽ നമുക്ക് ഇത്തരം UI/UXന്റെ ഇമ്പോർട്ടൻസും ഇത് ഇങ്ങനെയാണ് അതിനെ ബാധിക്കുക. സോ അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ. ഇൻസ്റ്റഗ്രാം നമ്മൾ എത്ര തവണ യൂസ് ചെയ്യുന്നു, അതിലെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈം കില്ല് ചെയ്യുക, നമ്മളെ മാക്സിമം അതിൽ ഇരുത്തുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഇൻസ്റ്റാഗ്രാമിനുള്ളത്. അതിന് വേണ്ടിയിട്ട് കുറേ അധികം ഫീച്ചേഴ്സ് കൊണ്ടുവരുന്നു. അങ്ങനെ അതിന്റെ കളർ തീം ഡിസൈൻ ചെയ്യുന്നു. യൂത്തിന് കുറച്ചും കൂടി സെറ്റ് ആവുന്ന രീതിയിൽ അതിൽ ഫീച്ചേഴ്സ് കൊണ്ടുവരുന്നു. സോ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ എത്ര നേരം അതിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാവുകയില്ല. സോ ഇതാണ് ഒരു യൂസർ എക്സ്പീരിയൻസ്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലേക്ക് വരുമ്പോൾ ഇത് രണ്ടും ആപ്ലിക്കേഷൻ ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സ് ആവുന്നു, ചാറ്റ് ആവുന്നു, പോസ്റ്റ് ഇടുന്നു, ലൈക്ക് ചെയ്യുന്നു, ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് ബേസിക്കലി രണ്ട് ആപ്ലിക്കേഷൻസിൽ നടക്കുന്നത്. എന്നാലും പൊതുവെ യൂത്ത് കൂടുതൽ യൂസ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം ആണ്. ഫേസ്ബുക്കിലാണെങ്കിലോ 2 ടൈപ്പ് ഓഫ് യൂസേഴ്സും ഉണ്ട്. അതായത് യൂത്തും ഉണ്ട്, ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. സോ ഫേസ്ബുക്കിന്റെ ഒരു പ്രത്യേകത അങ്ങനെ രണ്ടുപേർക്കും കൂടി ജസ്റ്റ് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇന്റർഫേസ് ആണ് ഫേസ്ബുക്കിനുള്ളത്. അതേസമയം ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, യൂത്തിന് കുറച്ചും കൂടി പറ്റുന്ന രീതിയിലുള്ള ഇന്റർഫേസ് ആണ് ഇൻസ്റ്റാഗ്രാമിനുള്ളത്. സോ ഇങ്ങനെയാണ് ഒരു യൂസർ ഇന്റർഫേസും അല്ലെങ്കിൽ യൂസർ എക്സ്പീരിയൻസും നമ്മളൊരു ആപ്ലിക്കേഷനെയോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെയോ നമുക്ക് ബാധിക്കുക. സോ നിങ്ങൾക്കൊരു UI/UX ഒക്കെ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് വെബ് ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അവിടെ നമ്മൾ UI/UX ഡിസൈനിങ് കാര്യങ്ങൾ വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ബേസിക്കലി UI/UXനെ പറ്റിയിട്ട് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരു കുറച്ച് ഐഡിയ കിട്ടിയാണ് എന്താണ് UI/UX എന്നൊക്കെ ഉള്ളത്. സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് പേജ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. സോ ഇത്ര ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ജസ്റ്റ് പേജ് നോക്കി വെച്ചോ.